നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ട് അധിക നാളായി, കുറച്ചധികമായി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസിനൊരു പക്ഷേ എന്നെ പുറത്താക്കാൻ കഴിഞ്ഞിരിക്കും, പക്ഷേ എന്റെ മനസ്സിൽ നിന്നും കോൺഗ്രസിനെ ഒരു കാരണവശാലും പുറത്താക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിലായി മറ്റ് കോൺഗ്രസ് നേതാക്കൾ പോലും പറയാത്ത അല്ലെങ്കിൽ കാണാത്ത, നിരീക്ഷണം അറിയിക്കാത്ത പല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടം ഇടപെടുകയും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത 2 പോസ്റ്റാണ്. ഈ 2 പോസ്റ്റിനും വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ കോൺഗ്രസ്സുകാരനായ അല്ലെങ്കിൽ പണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണോ ഓരോ വിഷയത്തോടും സമീപിച്ചിരുന്നത്, അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഈ ഒരു വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിന്റെ ഇനി സംഭവിക്കാൻ പോകുന്ന, കോൺഗ്രസ് അധികാരത്തിലേറിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 25 ലക്ഷം വരെ സൗജന്യം ആയിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രതിമാസം 1000 രൂപ വരെ നൽകും എന്നുള്ളതാണ്. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസമായി 1000 രൂപ തുടങ്ങിയുള്ള കോൺഗ്രസിന്റെ ഈ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യങ്ങളെയും കുറിച്ചൊക്കെയാണ് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് UDF നൽകുന്ന, നമുക്ക് തരുന്ന ഉറപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ ജയിക്കും, നമ്മൾ നയിക്കും എന്നുള്ള UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കോൺഗ്രസിന്റെ PR ആണ് രാഹുൽ എന്ന് പലരും പറയുന്നുണ്ട്. കാരണം മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇടുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ശക്തമായി അത് പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പോസ്റ്റിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മറ്റു ചിലർ പറയുന്നത് സ്ത്രീകൾക്ക് ഏതായാലും ഫ്രീ ആയി ഗർഭം നൽകുന്നോ എന്നുള്ള ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ കോൺഗ്രസ് പുറത്താക്കിയതല്ലേ, പിന്നെയും എന്തിനാണ് കോൺഗ്രസിന്റെ വാലെ തൂക്കി നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർ തീരുമാനിക്കും രാഹുൽ കോൺഗ്രസിൽ വേണമോ വേണ്ടയോ എന്ന്. CPM-കാർ അത് ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി 11 മണിക്കൂർ മുമ്പേ രാഹുൽ മാങ്കൂട്ടം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അതും വൈറലാവുകയാണ്. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി UDFന്റെ 5 ഉറപ്പുകൾ പ്രഖ്യാപിക്കുന്നത് കണ്ടു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയും, യുവജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പയും, സാധാരണക്കാരന് ആശ്വാസമായി ക്ഷേമ പെൻഷൻ 3000 രൂപയും ആക്കും എന്നുള്ളത്. മാത്രവുമല്ല, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മേഖലയും ചേർത്ത് നിർത്താനുള്ള തീരുമാനത്തിൽ വലിയ സന്തോഷം തോന്നി. എന്നാൽ എനിക്ക് വ്യക്തിപരമായി ആ ഉറപ്പുകളിൽ ഏറ്റവും ഇഷ്ടമായത് എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആ സന്തോഷത്തിന് 2 കാരണങ്ങളാണുള്ളത്. രണ്ടാമത്തെ കാരണം, ഒരു രോഗം വന്നാൽ ആ രോഗം വന്ന ആളിനെ മാത്രമല്ല ആ കുടുംബത്തെ തന്നെ തകർക്കും. ഏറ്റവും പ്രധാന പ്രതിസന്ധി നമുക്ക് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത തന്നെയാണ്. പുതിയ കാലത്തെ പുതിയ രോഗങ്ങൾ മിക്കതും വലിയ ചികിത്സാ ചിലവ് വരുന്നതാണ്. ആ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്ത എത്രയോ മനുഷ്യരെ നമ്മൾ നിത്യേന കാണുന്നുണ്ട്. ഈ പദ്ധതി പ്രതീക്ഷയറ്റ ആ മനുഷ്യരുടെ മുഖങ്ങളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി നൽകും എന്നുള്ളതാണ്. ആ പദ്ധതിയുടെ സന്തോഷത്തിന്റെ ഒന്നാമത്തെ കാരണം, ആ പദ്ധതി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് എന്നുള്ളതാണ്. ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കാരുണ്യ പദ്ധതിയിലൂടെ താങ്ങായവന്റെ പേരിൽ തന്നെ. കേൾക്കാൻ കഴിയാത്ത കുരുന്നുകൾക്ക് ശ്രുതി തരംഗം പദ്ധതിയിലൂടെ വിളികേട്ടവന്റെ പേരിൽ. ഉമ്മൻചാണ്ടി സാർ എന്ന പേര് തന്നെ ഒരു ഉറപ്പാണ്, പ്രതീക്ഷയറ്റവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഉറപ്പ്. തീർച്ചയായും എനിക്ക് പലരും പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ പോലും ഇത്രയും അധികം അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ പോസ്റ്റ് ഇടില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മനും കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനങ്ങൾ അത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു വലിയ ഒരു മാറ്റത്തിന്റെ വലിയൊരു തുടക്കം തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും
സംശയമില്ല. പക്ഷെ അപ്പോഴും ഇപ്പോഴും നമ്മുടെ വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടുകളുടെ ഒരു അവസ്ഥ എന്താ എന്ന ചോദ്യം ഇപ്പോഴും കോൺഗ്രസിന് നേരെ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങിയതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാറുന്ന ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ പുതിയ മാറ്റം ഉണ്ടായിരിക്കുന്ന ഈ ഒരു നാട്ടിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സാ ചെലവ് അത് വലുത് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗിയെ മാത്രമല്ല കുടുംബത്തെ പൂർണ്ണമായി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ മകൾക്ക് വേണ്ടി ചേർത്ത് വെച്ച മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർത്ത് വെച്ച പണം, മകളുടെ വിവാഹത്തിന് വേണ്ടി ചേർത്ത് വെച്ച പണം, മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ചേർത്ത് വെച്ച പണം, അല്ലെങ്കിൽ ഒരു രൂപ പോലും ഒരു സേവിങ്സും ഇല്ലാത്തവരിലേക്ക് വരുന്ന ഒരു രോഗ അവസ്ഥ, ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ അതിന് താഴെ വരുന്നുണ്ട്. തീർച്ചയായും വിമർശനങ്ങളുടെ പ്രധാന തന്തു എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭവിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോഴും എടുത്ത് തലക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും രാഹുൽ മൈൻഡ് ചെയ്യുന്നതുമില്ല. രാഹുലിനെ ഇതൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നും വ്യക്തമാവുകയാണ്. രാഹുൽ അത് കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണവുമായും രാഷ്ട്രീയ പോരാവുമായി തന്നെയാണ് കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രഖ്യാപനങ്ങൾ 5 പ്രഖ്യാപനങ്ങളുണ്ട്. 5-ൽ 4 നടന്നാൽ അത് സന്തോഷം, 5-ൽ 5 നടന്നാൽ അതിസന്തോഷം, 5-ൽ 1 നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും വന്നു പോകുന്നത് പോലെ തന്നെ ആയിരിക്കും കോൺഗ്രസും ഇത്തവണയും വന്നു പോവുക എന്ന് പറയും. മാത്രമല്ല മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ആണ്. കാരണം കൃത്യമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, ഈ പറഞ്ഞതിന് എല്ലാത്തിനും തെളിവുണ്ടാകും. ഈ തെളിവ് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കും, പോസ്റ്റുകൾ ചോദിക്കും, കമന്റുകൾ ഇടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രഖ്യാപനം മാത്രമായി പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.